ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തലപൊക്കി നോക്കുക. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കിയാൽ നമുക്ക് വാഗ്ദത്തം ലഭിക്കും. അബ്രഹാമിന് തലപൊക്കി നോക്കിയപ്പോൾ മകനുണ്ടാകും എന്നുള്ള വാഗ്ദത്തം ലഭിച്ചു. നിരാശനായിരിക്കുകയായിരുന്നു. തലപൊക്കി നോക്കിയപ്പോൾ ദേശങ്ങൾ പരന്നു കിടക്കുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായ അനേകം ദേശങ്ങൾ. നിനക്കും നിന്റെ സന്തതിക്കും ഇത് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. വാഗ്ദത്തം ലഭിച്ചു. പ്രോമിസ്. അബ്രഹാം കൂടാരവൽക്കരിക്കുകയായിരുന്നു. തല കുമ്പിട്ട് ക്ഷീണിതനായി അവശനായി വിവശനായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 3 പുരുഷന്മാർ വന്ന് നിന്നത്. അവർ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വന്ന് നിൽക്കുന്നു. ഒന്ന് കർത്താവായ യേശു ക്രിസ്തു, 2 മലാഖമാർ, 3 പേര് നിൽക്കുന്നു. തലപൊക്കി നോക്കിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നത് കണ്ടു. അബ്രഹാം നിലം വരത്താണ് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. അബ്രഹാം സമർപ്പിച്ചു. ഡെഡിക്കേഷൻ. 1 പ്രോമിസ്, 2 ഡെഡിക്കേഷൻ. തലപൊക്കി നോക്കിയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്നതായ പ്രൊവിഷൻ നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാകും. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരാട് കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്നത് കണ്ടു. അബ്രഹാം ആ ആടിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇസാക്കിന് പകരം യാഗം കഴിച്ചു. ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി. ഒരാട്ടിൻകുട്ടിയെ കരുതി. യഹോവ ഇരേ, ദൈവം കരുതും. ദൈവത്തിൻ്റെ പ്രൊവിഷൻ. 1 പ്രോമിസ്, 2 ഡെഡിക്കേഷൻ, 3 പ്രൊവിഷൻ. ദൈവത്തിന് സ്തോത്രം. ഇത് ഓരോന്നോരോന്നായി ചിന്തിച്ച് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോബ് തലപൊക്കി നോക്കിയപ്പോൾ അപ്പോൾ 400 ആളുമായി ഏശാവ് വരുന്നതിനെ കണ്ടു. യാക്കോബ് സ്വന്തം ജ്യേഷ്ഠനായ ഏശാവുമായി ഐക്യത്തിലായി, അനുരഞ്ജനം, റെക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. സ്തോത്രം. തലപൊക്കി നോക്കിയാൽ കിട്ടുന്ന അനുഭവം ദൈവത്തിന് വേലയ്ക്ക് വേണ്ടിയുള്ളതായ ആഹ്വാനം. അടുത്ത പോയിന്റ് കേൾക്കൂ. 24-ാം അധ്യായം, ഉൽപ്പത്തി 24-ാം അധ്യായം 63-ാം വാക്യം മുതൽ. വൈകുന്നേരത്തെ ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കായും തലപൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. റിബേക്കയും തലപൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എൻ്റെ യജമാനൻ തന്നെയെന്ന് ദാസൻ പറഞ്ഞു. സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നതായ ഒരു വേദഭാഗമാണിത്. ഇസ്ഹാക്ക് കൂടാരത്തിൽ നിന്നിറങ്ങി വെളിമ്പ്രദേശത്തേക്ക് വന്നു. ദാസനായ എലിയാസാർ പോയിട്ട് കുറേ ദിവസങ്ങളായി. ദാസനെ കാണുന്നില്ലല്ലോ. ഇസ്ഹാക്കിന് ഒരു മണവാട്ടിയെ തേടിയാണ് എലിയാസാർ പോയിരിക്കുന്നത്. അബ്രഹാം പിതാവ് അങ്ങനെയാണ് പറഞ്ഞയച്ചത്. ഇസ്ഹാക്ക് വെളിമ്പ്രദേശത്ത് ഇറങ്ങി തലപൊക്കി നോക്കിയപ്പോൾ ദൂരെ നിന്ന് മരുപ്പറമ്പിലൂടെ ഒട്ടകങ്ങൾ ഇങ്ങനെ നിരവിയായി വരുന്നു. ഇസ്ഹാക്കിനറിയാം അതിലൊന്ന് എലിയാസാർ കഴുകിയിരിക്കുന്ന ഒട്ടകമാണ്. മറ്റൊന്ന് മൂടുകുടം കൊണ്ട് മൂടി ഒരു പെൺകുട്ടി വേറൊരു ഒട്ടകപ്പുറത്ത്. പിന്നെ ഈ ഒട്ടകങ്ങൾ. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ്, നമ്മളൊക്കെ ഓരോ ഒട്ടകങ്ങളാണ്. ഒട്ടകങ്ങൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഓരോരുത്തരും രാജാധിരാജനായ മിശിഹായുടെ അടുക്കലേക്ക് അനേകരെ ആനയിക്കുന്ന ഒട്ടകങ്ങളാണ് നാം ഓരോരുത്തരും. അനേകരെ ആനയിക്കേണ്ടവരാണ്. ഈ റിബേക്ക എലിയാസാറിൻ്റെ വാക്കുകൾക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇസ്ഹാക്കിനെ കണ്ടിട്ടില്ല, അബ്രഹാമിനെ കണ്ടിട്ടില്ല. ഏലിയാസ് പറഞ്ഞ വർണ്ണനകൾ കേട്ട് അവൾ വിശ്വസിച്ച് അവൾ പുറപ്പെട്ടു. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന് മണവാട്ടി സഭ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൃശ്യസഭകളൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ സഭയല്ല. ഇതിലെല്ലാറ്റിലും ഉണ്ട് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടം. അതാണ്. എല്ലാ സമുദായങ്ങളിലും വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ സഭകളെ ആദരിക്കുന്നത്. കാരണം
എല്ലാ സഭകളിലും ഉണ്ട് വിശുദ്ധന്മാർ, ഇല്ലെന്ന് പറയാൻ ആർക്ക് അവകാശം? എല്ലാ സഭകളിലും വിശുദ്ധന്മാരുണ്ട്. എല്ലാ സഭകളിലും ക്രിസ്തു നോക്കി ജീവിക്കുന്ന ആളുകളുമുണ്ട്. ആരും ആരേക്കാൾ ഭേദമല്ല, ആരും ആരേക്കാൾ മോശവുമല്ല. ക്രിസ്തു കേന്ദ്രമാണോ? നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ക്രിസ്തു കേന്ദ്രമാണെങ്കിൽ, ക്രിസ്തു ആയിരിക്കും നമ്മുടെ ലക്ഷ്യം, ആകെ ലക്ഷ്യം ക്രിസ്തു മാത്രം. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണത്. യേശുക്രിസ്തു ലക്ഷ്യമായി ജീവിതം, യേശുക്രിസ്തുവിനെ നോക്കിയുള്ള ജീവിതം, യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നൊരു ജീവിതം, യേശുക്രിസ്തുവിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുന്നൊരു ജീവിതം, യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്നൊരു ജീവിതം, ആ സ്നേഹസ്വരൂപനായ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് പോകുവാനുള്ളതായ ദാഹം, സ്തോത്രം, യേശുവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് നമസ്കരിക്കാനുള്ളതായ ആഗ്രഹം, ഇതിന് സ്തോത്രം. അവസാനം ഈ മരണയോർദാൻ കടന്ന് തിരമാലകൾ വലമാലകളെല്ലാം തള്ളി തള്ളി നീക്കി ഈ മരണയോർദാൻ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരുകരവ് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. എന്തൊരു അത്ഭുതം! സ്നേഹത്തോടെ നമ്മെ എതിരേൽക്കാൻ നിൽക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഇവിടെ ദുരിതമുണ്ട്, ഇന്നിവിടെ യാതനയുണ്ട്, ഇന്നിവിടെ വേദനയുണ്ട്, ഇന്നിവിടെ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദുർഘടങ്ങളുണ്ട്, എന്തുമാത്രം ക്ലേശങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ എല്ലാ ക്ലേശങ്ങളും തീരും, എല്ലാ യാതനകളും തീരും, എല്ലാ ദുരിതങ്ങളും തീരും. ഈ റിബേക്ക യാത്ര ചെയ്ത് വരുന്ന 600 നാഴിക ദൂരം, എന്തൊരു ഉഷ്ണക്കാറ്റുകൾ, എന്തൊരു ഭീകരമായ ഉഷ്ണ അനുഭവം. ചുട്ടുപൊഴുത്ത മണലിൽ നിന്ന് ആവി പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. വശത്ത് നിന്ന് അടിക്കുന്ന കാറ്റുകളെല്ലാം ചൂട് ആവിയാണ്. ഇതെല്ലാം സഹിച്ച് ക്ഷീണിച്ച് അവശയായി റിബേക്ക വരികയാണ്. സ്തോത്രം. പിന്നെയുണ്ട് ഒരു ആശ്വാസം ഒന്നേ ഉള്ളൂ, ഏലിയാസ പറയുന്ന വാക്കുകൾ. ഇടയ്ക്കിടയ്ക്ക് ഏലിയാസ ഈ മണവാളിനെക്കുറിച്ച് വർണ്ണിക്കും, ഇസാക്കിനെക്കുറിച്ച് വർണ്ണിക്കും. ഇസാക്കിൻ്റെ വർണ്ണനകൾ അത് കേൾക്കുമ്പോൾ ഈ ക്ഷീണം മറക്കും. സ്തോത്രം. അല്ല, അങ്ങനെയല്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ക്ഷീണം മറക്കും. തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ ക്ഷീണം മറക്കും. തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പൊറുതി കിട്ടുന്ന പോലെ തോന്നും, ഭാരങ്ങൾ മാറുന്ന പോലെ തോന്നും, രോഗങ്ങൾ പോലും മാറുന്നതായിട്ട് അനുഭവമാകും. യേശുക്രിസ്തുവിൻ്റെ വചനം, ഏലിയാസാർ തരുന്ന വചനം, ഏലിയാസാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണല്ലോ. പരിശുദ്ധാത്മാവ് തരുന്നതായി വചനം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളം കുളിർക്കും. നമ്മൾ ഭാരം കയറിയ ചുമട് ചുമന്ന് വന്നെങ്കിലും വചനം കേട്ട് കഴിയുമ്പോൾ ചുമട് എവിടെ പോയെന്ന് അറിയില്ല, ഭാരമെല്ലാം താഴെ പോയി. എത്രയോ ഭാരമേറിയ ചുമട് ചുമന്നാണ് ഓരോരുത്തർ വരുന്നത്. എന്തുമാത്രം പ്രതിസന്ധികൾ, ഓരോരുത്തർക്ക് അവരുടെ പ്രായത്തിൽ കവിഞ്ഞുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, എന്തെല്ലാം ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഓരോരുത്തർ അനുഭവിക്കുന്ന യാതനകൾ അറിയാമല്ലോ. സ്തോത്രം. ഉഷ്ണക്കാറ്റ്, ചുട്ടുപഴുത്ത മണൽത്തരികളും വഹിച്ചുള്ള കാറ്റ് വന്ന് വീശുന്നത്, മണൽത്തരികൾ, ചുട്ടുപഴുത്ത മണൽത്തരികൾ ശരീരത്തിൽ നിൽക്കുന്നു. മൂടോടെ ഉണ്ട്, എങ്കിലും പാവം റിബേക്ക ക്ഷീണിതയായിരിക്കുന്നു. ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇതുകൊണ്ട് ഒട്ടകം ശേഖരിച്ചിരിക്കുന്ന വെള്ളമുണ്ട്, സംഭരിക്കുന്ന വെള്ളമുണ്ട്. ആ വെള്ളം ഇടയ്ക്ക് കുടിക്കും. ഇടയ്ക്ക് റിബേക്ക ചോദിക്കും, നമ്മൾ എത്താറായോ? ഏലിയാസാർ പറയും, ഇല്ല, ആകുന്നു, ഉടനെ താമസിയാതെ ചെല്ലും. പിന്നെ ഈ മയിലുകൊണ്ട് ഏലിയാസാർ ആശ്വസിപ്പിക്കുക, സാരമില്ല, അതൊക്കെ താമസിയാതെ ചെല്ലും. പിന്നെ ഇടയ്ക്ക് ചോദിക്കും, നമ്മൾ എത്താറായോ? ഇല്ല, കുറച്ചുകൂടി പോകണം. സ്തോത്രം. കുറേ കൂടി നീ സഹിച്ചേ പറ്റൂ, കുറേ കൂടി നീ വഹിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കുറേ കൂടി നീ അനുഭവിച്ചേ പറ്റൂ, കുറേ കൂടി നിനക്ക് സങ്കടങ്ങൾ അനുഭവിച്ചേ പറ്റൂ. പിന്നെ ഏലിയാസാർ ഈ മണവാളിനെക്കുറിച്ചുള്ള വർണ്ണനകൾ, മോളെ നിനക്കറിയാമോ, അവൻ അപ്പൻ്റെ ഏകജാതനാണ്, അബ്രഹാം പിതാവിൻ്റെ ഓമന പുത്രനാണ്. അവൻ ജനിച്ചപ്പോൾ വീട്ടിൽ ചിരിയുണ്ടായി. അങ്ങനത്തെ ചിരിയാണവൻ. അവൻ ജനിച്ചതോടുകൂടി വീട്ടിൽ ചിരിയുണ്ടായി. അത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണത്. നിനക്കറിയാമോ, അപ്പൻ പറഞ്ഞാൽ അപ്പാടെ കണ്ണു മനസ്സ് അനുസരിക്കുന്ന മോനാണ്. ഇത് കേൾക്കുമ്പോൾ ക്ഷീണം മറക്കുകൾ എല്ലാം. അങ്ങനെയുള്ള ഒരാളെയാണല്ലോ എനിക്ക് കെട്ടാൻ പോകുന്നത്, എൻ്റെ മണവാളനാകാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ഇസാക്ക് കൊള്ളാമല്ലോ. അവൾ ചിന്തിക്കുകയാണ്. ഇസാക്കിൻ്റെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കും, ഓരോന്നിങ്ങനെ വർണ്ണിച്ച്. ഇസാക്കിൻ്റെ സ്വഭാവ മേന്മകൾ, സ്വഭാവ ഗുണങ്ങൾ, അപ്പനോടുള്ള അനുസരണം, അമ്മയുള്ളതായ വിധേയത്വം, വീട്ടിൽ ചിരി, ദൈവത്തിന് സ്തോത്രം, വീട്ടിലാകെ സന്തോഷം, ഇതെല്ലാം വർണ്ണിച്ച് കേൾപ്പിക്കുമ്പോൾ അവളുടെ ക്ഷീണം മറക്കും. പിന്നെയും കുറച്ചങ്ങ് പോകുമ്പോഴേക്കും ക്ഷീണം. അവിടെ ഇനി എന്ത് ദൂരമുണ്ട്, ഇനി എത്ര ദൂരമുണ്ട്, ഇനി എത്ര ദൂരം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ഇനി എത്ര ദൂരം, ഇനി എത്ര ദൂരം, എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി എത്ര ദൂരം, മരണയോർദാൻ കടക്കാൻ ഇനി എത്ര ദൂരം, മരണത്തിൻ്റെ തണുത്ത കൈകൾ എന്നെ തലോടുവാൻ ഇനി എത്ര നേരം.
സ്തോത്രം. ഈ മൂക്കിലെ ജീവശ്വാസം തീരാൻ ഇനി എത്ര നേരം? സ്തോത്രം. ഇനി എത്ര നേരമുണ്ട്? മണവാളിനെ കാണാൻ എത്ര ദൂരമുണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കൂ. മണവാളൻ വെളിമ്പ്രദേശത്ത് വൈകുന്നേരമായപ്പോൾ അവൻ വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങി വന്നു. വൈകുന്നേരം, ലോകത്തിൻ്റെ വൈകുന്നേര സമയം വന്നിരിക്കുകയാണ്. കാലത്തിൻ്റെ വൈകുന്നേര സമയം വന്നിരിക്കുകയാണ്. അസ്തമയമാകാൻ അധികം നേരമൊന്നുമില്ല. പകൽ കഴിവാറായി, രാത്രി അടുത്തിരിക്കുന്നു. സ്തോത്രം. റോമർ 13 ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു, അടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെച്ച് കളയുക, എല്ലാം ഉപേക്ഷിക്കുക. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. കർത്താവ് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. പ്രിയപ്പെട്ടവരെ, സമയം തീരാൻ പോവുകയാണ്, കാലവും തീരാൻ പോവുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. സ്വന്തം കൂടാരം വെട്ടി ഇസ്ഹാക്ക് വെളിമ്പ്രദേശത്തേക്ക് വന്നിരിക്കുന്നു. ദൂരെ നോക്കി നിൽക്കുകയാണ്, തലപൊക്കി നോക്കുന്നു. കുറേ നേരമായി നോക്കി നിൽക്കുന്നു. അപ്പോഴുണ്ട് അങ്ങ് ദൂരെ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. അവിടെ ദൂരെ നിന്നുകൊണ്ട് ഈ പെൺകുട്ടിയും കണ്ടു. ഇസ്ഹാക്ക് വരുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നു, ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. വെളിമ്പ്രദേശത്ത് എതിരേൽക്കുന്ന പുരുഷൻ ആരാ? അവൾ തലപൊക്കി നോക്കി ഇസ്ഹാക്കിനെ കണ്ടു. എലേസനോട് ചോദിച്ചു, തൻ്റെ ആ വെളിമ്പ്രദേശത്ത് എതിരേറ്റ് നിൽക്കുന്ന ആ പുരുഷൻ ആരാണ്? ഏലേസ പറഞ്ഞു, അത് ആ ആളുടെ അടുക്കലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത്, ആ ആളുടെ അരിയിലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത്, ആ ആളുടെ മണവാട്ടിയാകാനാണ് നീ പോകുന്നത്. നീ ഭാഗ്യവതിയാണ് മോളെ, നീ അതിഭാഗ്യവതിയാണ്. നിൻ്റെ അപ്പനെയും അമ്മയെയും ചർച്ചക്കാരെയും ഒക്കെ വിട്ടു പോരാൻ നിനക്ക് തോന്നിയല്ലോ, നന്നായി. കുഞ്ഞെ, നീ പലതും വിട്ടു, അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ മഹാസൗഭാഗ്യത്തിലേക്കല്ലേ നീ പോകുന്നത്. ഇസ്ഹാക്ക് തലപൊക്കി നോക്കി റിബേക്കയെ കണ്ടു, റിബേക്ക തലപൊക്കി നോക്കി ഇസ്ഹാക്കിനെ കണ്ടു. സ്തോത്രം. എന്തൊരത്ഭുതം! അടുക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഈ ഒട്ടകങ്ങൾ കൂടാരത്തേക്ക് പോകുന്നില്ല. ഇസ്ഹാക്കിനെ അവിടെ തലപൊക്കി നോക്കുന്നതായി ഞാൻ കണ്ടു. റിബേക്കയെ അവിടെ തലപൊക്കി നോക്കുന്നതായി കണ്ടു. റിബേക്ക ഒട്ടകപ്പുറത്താണ്. അതുവരെയും വഹിച്ചുകൊണ്ട് വന്ന ഒട്ടകങ്ങൾ കൂടാരത്തിനകത്തേക്ക് പോകുന്നില്ല. നോക്കൂ, നിങ്ങളെ ഇതുവരെയും വഹിച്ചു കൊണ്ടുവന്ന കൂട്ടായ്മകൾ കടന്നു പോവുകയില്ല. കൂട്ടായ്മ അങ്ങോട്ട് പ്രവേശിക്കുന്ന വിചാരിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ വഹിച്ചു കൊണ്ടുവന്നവർ പലരും അങ്ങോട്ട് എത്തിയെന്ന് വരില്ല. പക്ഷേ നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇസ്ഹാക്ക് ഇരുകരവ് നീട്ടി നിങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. മധ്യാകാശത്തിൻ്റെ മണവറയിലേക്ക്, മധ്യാകാശത്തിൻ്റെ മണിപ്പന്തലിലേക്ക് യേശുനാഥൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്തോത്രം. മണിപ്പന്തലിൽ രാജകുമാരിയുടെ വിവാഹം നടക്കുന്നു. നിന്നാൾ സ്തുതിയോട് രാജമകൾ, അവൾ നിന്നു. ഇങ്ങനെ സ്തുതിയോട്, നിന്നാൾ സ്തുതിയോട് രാജമകൾ. നോക്കൂ, ആ കുക്ലിയൻ ഗീതത്തിൽ പറയുന്ന എന്താണ്? മഹത്വത്തിൻ്റെ കീർത്തനങ്ങളോടെ ആ രാജകുമാരി നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവിചായിക്കുക, അതിൻ്റെ സൗന്ദര്യത്തെയും ദുർഭവത്തെയും മറക്കുക. അപ്പോൾ രാജാവിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുക, അവൻ്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. 45 സങ്കീർത്തനം. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവിചായിക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്തോത്രം. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അവൻ്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഈ കന്യക അവൾ മന്ദം ഇസ്ഹാക്കിൻ്റെ കയ്യിലേക്ക് എത്തുന്നു.
ഒട്ടകങ്ങൾ അവിടെ ആ കൂടാരവാതിൽക്കൽ കാത്തു നിൽക്കുന്നു. പിന്നെ ഇലിയാസാറിനെ അവിടെ നിന്ന് കാണുന്നില്ല. ഈ ഇസ്ഹാക്കും റിബേക്കയും കൂടി കൂടാരത്തിനകത്തേക്ക് പോകുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനൊരു സംഭവം നിങ്ങൾക്കറിയാമോ? ഇങ്ങനൊരു കാര്യം നടക്കും നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം കർത്താവായ യേശു മധ്യാകാശത്തിലേക്ക് എഴുന്നള്ളി വരുമെന്ന് നിങ്ങൾക്കറിയാമോ? മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കാഹളനാദം മുഴങ്ങുമ്പോൾ, ഗംഭീര ശബ്ദം മുഴങ്ങുമ്പോൾ, പ്രധാനതനായ ബീഹായേലിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ നിങ്ങളും പറക്കും നിങ്ങൾക്കറിയാമോ? പറന്നെത്തുന്നത് നിങ്ങൾക്കറിയാമോ? അവിടെ ചെല്ലാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? മധ്യാകാശത്തിൻ്റെ മണറയിലേക്ക് കടക്കാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. അതാണ് നമ്മുടെ ശുശ്രൂഷ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അതാണ്. ഈ ദീർഘയാത്ര, ദൂരം, ക്ലേശം, ഭാരം, ആകുലം എല്ലാമുള്ള യാത്ര കഴിഞ്ഞ് ഒരു വിശ്രമത്തിൻ്റെ സംഘത്തിലേക്ക് കടക്കും. സ്തോത്രം. ഇന്ന് കണ്ണീരാണ്, ഇന്ന് രോഗമാണ്, ഇന്ന് കുത്തിത്തിരിപ്പുകളുണ്ട്, ഇന്ന് ജോലി സ്ഥലത്ത് പ്രയാസങ്ങളുണ്ട്, ഇന്ന് അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നില്ല, അർഹിക്കുന്ന നന്മകൾ കിട്ടുന്നില്ല. ശരിയാണ്, ഇന്നങ്ങനെയാണ്. പക്ഷേ എല്ലാറ്റിനപ്പുറം ഒരു സമാധാനത്തിൻ്റെ സ്വർഗീയ കവാടം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? സ്തോത്രം. ഇങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇന്ന് പോലൊരു ദിവസം നാം അവിടെ ചെല്ലും. രാജാധിരാജൻ മണ്ണറയ്ക്കെത്തിയെല്ലും. ഒരു ദിവസം നാം എല്ലാം കണ്ണടയും. ഓരോ ദിവസങ്ങളിൽ ഓരോ ദിവസം എപ്പോഴും ആരെങ്കിലും അറിയാൻ പാടില്ലല്ലോ. ഓരോരുത്തരും എന്നാണ് കടന്നു പോകുന്നത് ആർക്കറിയാൻ പാടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. മക്കൾ കർത്താവിൻ്റെ കൃപയാൽ യേശുവിൽ ആശ്രയിച്ച് നിൽക്കുന്നു. ഒരു കാര്യമുണ്ട്, സ്തോത്രം. യേശുവിനെ സത്യമായും ദൈവമായും വിശ്വസിക്കുകയും യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളോട് ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് രണ്ടാമത്തവരിന് വേണ്ടി ഒരുങ്ങാൻ ഇനി താമസിക്കരുത്. ഇനി താമസിക്കരുത്. യേശുക്രിസ്തുവിന് രണ്ടാമത്തവരിന് വേണ്ടി ഒരുങ്ങാൻ ഇനി താമസിക്കരുത്. ഒട്ടും വൈകരുത്. എത്രയും വേഗം നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കളങ്കം ഒന്നുമില്ലാത്ത മണവാട്ടിയായി നിൽപ്പാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. തേജസ്സിൻ്റെ നീതി വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. തേജോ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. തേജസ്സിൻ്റെ വസ്ത്രം, അനുഗ്രഹീതമായ കല്യാണ വസ്ത്രം പതിച്ചുകൊണ്ട് നിൽക്കുക. മന്ത്രകോടി കൊടുത്തുകൊണ്ട് നിൽക്കുക. ഈ മണവാളിനെതിരേൽപ്പാൻ മന്ത്രകോടി കൊടുത്തുകൊണ്ട് നിൽക്കുക. സ്തോത്രം. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഉണ്ടോ? ഇന്ന് മന്ത്രകോടി കൊടുത്തിട്ടുണ്ടോ? വിരിപ്പാവ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല പ്രിയരെ, ഉണ്ടായിരുന്നു, കീറിപ്പോയി. വിരിപ്പാവ് കീറിപ്പോയി. മണവാളിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ല, വിരിപ്പാവ് കീറിപ്പോയി. ചിലർക്ക് വിരിപ്പാവുണ്ട്, മന്ത്രകോടിയുണ്ട്, പക്ഷേ അതിൽ ചെളി പറ്റിയിരിക്കുന്നു. ചെളി പറ്റിപ്പോയി. ഇവിടെ എല്ലാമോ ചെന്ന ചെളി പറ്റി. ലോക ഇമ്പങ്ങൾ പറയുകയാണ് ചെളി പറ്റി. ചീത്ത പടങ്ങൾ കണ്ട് ചെളി പറ്റി. അശുദ്ധ കൂട്ടുകെട്ടുകൊണ്ട് ചെളി പറ്റി. സ്തോത്രം. ഇല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ചെളി പറ്റിയെങ്കിൽ പുതിയ വസ്ത്രം തരാൻ കർത്താവ് തയ്യാറാണ്. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നതിനെ ധരിപ്പിപ്പീൻ. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നതിനെ മേൽത്തരം അങ്കി ധരിപ്പിക്കും. ഇന്ന് മടങ്ങി വന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നതിനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കാലിന് ചെരിപ്പിടുവിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരമിടുവിപ്പീൻ. തടുപ്പിച്ച കാളക്കുട്ടി ഇറക്കുവീൻ. ഇന്ന് വിരുന്നാഘോഷിക്കാം. സ്തോത്രം. അങ്ങനെ അവിടെ ആനന്ദിച്ച് തുടങ്ങി. സ്നേഹിതരെ, നിങ്ങൾക്ക് ആനന്ദം തുടങ്ങണമോ? ആത്മീയമായ ആനന്ദം തുടങ്ങണമോ? ആത്മീയമായ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരണമോ? ജീവിതം പ്രശോഭിതമായി തീരണമോ? അനുഗ്രഹീതമായ നല്ല ഭാവി നിങ്ങൾക്ക് നേടണമോ? വരും ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വസ്ത്രം മാറിത്തരാൻ ക്രിസ്തു വരുന്നു. അലങ്കാര വസ്ത്രം ധരിപ്പിക്കാൻ ക്രിസ്തു വരുന്നു. ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ ക്രിസ്തു വരുന്നു. നിങ്ങളുടെ വിരിപ്പാവിലൊന്ന്, ഈ മണവാട്ടിയുടെ വിരിപ്പാവിലൊന്നതായ കേടുകളും പാടുകളും എല്ലാം മാറ്റി പുതിയ വിരിപ്പാവ് തരാൻ ക്രിസ്തു വരുന്നു. മണവാളം വരുന്നു. നിങ്ങളെ പുതിയ വസ്ത്രം ധരിപ്പിച്ച് നിങ്ങളെ അങ്ങോട്ട് മണവറയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ മണവറയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ദിവസമുണ്ട്. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് വിളി ചെയ്യുന്നു. ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരയണമേ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നിടത്ത് തൊട്ടു മുമ്പ് കാണുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുവേ, വേഗം വരയണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് നിങ്ങൾ സന്ധിക്കുന്നത്. ആ കൃപയാണ് നിങ്ങൾ അരികിലേക്ക് വന്നിരിക്കുന്നത്. ആ കൃപയാണ് നിങ്ങളെ ഉദ്ധരിക്കുന്നത്. ആ കൃപയാണ് നിങ്ങൾ വീണ്ടെടുക്കുന്നത്. ആ കൃപയാണ് നിങ്ങളെ വിളിക്കുന്നത്. പേർ ചൊല്ലി വിളിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങളാരെയും ചെറുതായി കർത്താവ് കാണുന്നില്ല. നിങ്ങളെല്ലാവരെയും വിലയേറിയവരായിട്ടാണ് കർത്താവ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കാൻ കർത്താവ് വന്നിരിക്കുന്നത്. ചെളിയുള്ള വസ്ത്രം മാറ്റിക്കളയാൻ കർത്താവ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഴുക്ക് പറ്റിയ വസ്ത്രം മാറ്റിക്കളയാൻ കർത്താവ് വന്നിരിക്കുന്നത്. അഴുക്കുള്ള വസ്ത്രം ഉരിഞ്ഞു കളയുക. സംശയിക്കേണ്ട, ഉരിഞ്ഞു കളയുക.
പഴയ വസ്ത്രത്തെ ഉരിഞ്ഞു കളയുക, എല്ലാം കളയുക. പുതിയ വസ്ത്രം കർത്താവ് തല നീട്ടിയിരിക്കുകയാണ്, നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. വാങ്ങുമോ നിങ്ങൾ? യേശുവിൻ്റെ കരങ്ങളിൽ നീ വിശുദ്ധ വസ്ത്രം വാങ്ങുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നീതി വസ്ത്രം വാങ്ങുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് കല്യാണ വസ്ത്രം വാങ്ങുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് വിചിത്ര വസ്ത്രം വാങ്ങുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് വിശേഷ വസ്ത്രം വാങ്ങുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഉത്സവ വസ്ത്രം വാങ്ങുമോ? യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹീതമായ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ശോഭയുള്ള മണവാട്ടിയായി ക്രിസ്തുവിൽ ചെന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? എല്ലാം ചെയ്തു തരുന്നവൻ തികയ്ക്കുന്നതാ വന്നിരിക്കുന്നു, എല്ലാം പൂർത്തീകരിക്കുന്നതാ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന യേശുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ അരികത്തോട് നടന്നു പോകുന്ന യേശുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, താമസിക്കേണ്ട, ഒട്ടും വൈകണ്ട. യേശുവേ, എൻ്റെ ജീവിതവസ്ത്രത്തിൽ കറ പറ്റിയിട്ടുണ്ട്, ഇതുവരെയുള്ള ജീവിതത്തിൽ കറ പണഞ്ഞിട്ടുണ്ട്, ഇതുവരെയുള്ള ജീവിതത്തിൽ ചെളി പറ്റിയിട്ടുണ്ട്. കർത്താവേ, കഴുകണമേ. യേശുവേ, കഴുകി തരണമേ. യേശുവേ, എനിക്ക് പൂർണ്ണമായ ഒരു വിശുദ്ധീകരണം തരണമേ. നിൻ്റെ ഒരു വിശുദ്ധനായി, നിൻ്റെ ശുദ്ധിമതിയായി ജീവിക്കാൻ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് കർത്താവോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതവസ്ത്രത്തിൽ പറ്റിയ ചെളികളും കളങ്കങ്ങളും എല്ലാം മാറ്റി എന്നെ പുതുവസ്ത്രം ധരിപ്പിക്കണമേ, എന്നെ നീതി വസ്ത്രം പുതുപ്പിക്കണമേ, കല്യാണ വസ്ത്രം പുതുപ്പിക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഇന്ന് ഈ പുതിയ വസ്ത്രം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. വന്നതെല്ലാം കഴുകി തരണമേ, വന്ന തെറ്റുകളെല്ലാം മോചിച്ചു തരണമേ, പാപങ്ങളെ ക്ഷമിച്ചു തരണമേ, ലോക ഇമ്പങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹങ്ങൾ ക്ഷമിച്ചു തരണമേ, പരിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. നിങ്ങളുടെ തലകളെ നമുക്ക് വണക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ഹൃദയത്തിൽ നിന്നായിരിക്കണം ഏറ്റുപറയിൽ. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. എൻ്റെ യേശുവേ, നീ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ ജീവിതവസ്ത്രത്തിലെ കളങ്കങ്ങളെല്ലാം കഴുകിക്കളയണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ വിശുദ്ധ മണവാട്ടിയാകാൻ, വിശുദ്ധ സഭയുടെ അംഗമാകാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്വർഗീയ യെരൂശലേമിലേക്ക് എന്നെ സ്വീകരിപ്പാൻ നീ നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. പ്രാർത്ഥിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുക, ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ എഴുന്നള്ളി വന്ന് നിൽക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെ അരികത്തോടെ നന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശ്വസ്തരുടെ മേൽ തൃക്കരം വെച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാവരെയും തഴുകി തലോടി കണ്ണുനീര് തുടച്ച് എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ആപത്തുകൾ മാറ്റണമേ, കെടുതികൾ നീക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, പാവബന്ധനങ്ങൾ അഴിക്കണമേ, പൈശാചിക കെട്ടുപാടുകളെല്ലാം തകർക്കണമേ, എല്ലാ ബാധകളെയും നീക്കണമേ, കുടുംബസമാധാനം നൽകണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.